ഹലോ! അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കള എങ്ങനെയാ ദിവസം വൃത്തിയാക്കി വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ജോലി എടുക്കാനുള്ള ഒരു മനസ്സാണ് കേട്ടോ. മടിയില്ലാണ്ട് നല്ല ഉഷാറായിട്ട് ജോലി ചെയ്യാൻ പറ്റണം. ഇതാണ് കേട്ടോ ക്ലീനിങ്ങിൻ്റെ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ രാവിലത്തെ പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആണ് അടുക്കള ക്ലീനിങ്ങിലേക്ക് കയറിയേക്കുന്നത്. അപ്പോൾ രാവിലെ പാചകത്തിന് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ. കാരണം കാറ്റൊക്കെ കയറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ വാതിലൊക്കെ തുറന്നിടും. എന്നാലാണ് അടുക്കളയിലേക്ക് കാറ്റും വെളിച്ചമൊക്കെ കയറുള്ളൂ. അതിനുശേഷം പിന്നെ മൊത്തം അവിടെ തുടച്ചിടാണ് കേട്ടോ. ആദ്യം തന്നെ ജനലിൻ്റെ ഭാഗത്താണ് ട്ടോ തുടയ്ക്കുന്നത്. അവിടേക്ക് ക്ലീനിങ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് ആണ് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഈ മീനൊക്കെ വറുത്തതിൻ്റെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടത്തും തുടച്ചെടുക്കുകയാണ്. പിന്നെ ഗ്യാസ് സ്റ്റൗവും നന്നായിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ പാർട്സുകളും അഴിച്ചെടുത്തിട്ടാണ് ട്ടോ ഞാൻ തുടച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ബർണറൊക്കെ ഞാൻ കഴുകി വെച്ചുള്ളൂ ട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്ന് എടുത്തില്ല. എല്ലാം കഴുകി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അതൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ ഗ്യാസ് അടുപ്പിലേക്ക് എടുത്ത് വെക്കണത്. പിന്നെ അതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്കിൻ്റെ മുക്കും മൂലയും എല്ലാം തുടച്ചെടുക്കുകയാണ് കേട്ടോ. അതെല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മിക്സി തുടയ്ക്കുകയാണ്. ഒരു 10, 15 വർഷം പഴക്കമുള്ള മിക്സി ആണെങ്കിൽ കൂടി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ മിക്സി ഒക്കെ നന്നായിട്ട് തുടച്ച് എടുക്കുകയാണ്. അവിടുത്തെ ഉള്ള സൈഡും എല്ലാം നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ പാത്രം വയ്ക്കുന്ന അത് ഒരു ട്രേ ആണ് കേട്ടോ. ചായയൊക്കെ എടുക്കുന്ന പോലത്തെ ട്രേ ആണ്. അപ്പോൾ അതെടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. എന്നിട്ടാണ് പിന്നെ പാത്രങ്ങൾ കഴുകിയിട്ട് അവിടെ എടുത്ത് വെക്കുന്നത്. അങ്ങനെ കൗണ്ടർ ടോപ്പ് മൊത്തം ഞാനൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കും കേട്ടോ. ജനലിൻ്റെ പിന്നെ പച്ചക്കറി അരിയുന്ന കട്ടിംഗ് ബോർഡും അങ്ങനെയുള്ളതെല്ലാം എല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് വെക്കും. അതിന് ശേഷമാണ് പിന്നെ സിങ്ക് ക്ലീൻ ചെയ്യണത്. അപ്പോൾ സിങ്കിൽ ഒരിക്കലും ഇങ്ങനെ പാത്രങ്ങൾ ഇട്ട് വെക്കാറില്ല കേട്ടോ. ഒരു സമയത്തും പാത്രം ഇട്ട് വെക്കാറില്ല. സിങ്കിൽ എപ്പോഴും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാനത് കഴുകി എടുത്ത് വെക്കും. രാവിലെ ആയാലും രാത്രി ആയാലും ഒരു സമയത്തും സിങ്കിൽ പാത്രങ്ങൾ ഇട്ട് വെക്കാറില്ല. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഇട്ട് വെക്കണത്. എപ്പോഴും സിങ്ക് ക്ലീൻ ആയിട്ട് കിടക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് എത്ര പാത്രങ്ങളുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ ഞാനത് കഴുകി എടുത്ത് വെക്കും. അതായത് രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും എല്ലാം ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് കുറച്ച് സോപ്പ് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. സോപ്പ് പൊടി ഇട്ട് എല്ലാവരും നന്നായിട്ട് ഉരച്ച് കഴുകി ആണ് എടുക്കണത്. പിന്നെ മീനൊക്കെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ സിങ്കിൽ മണം വരാതിരിക്കാനായിട്ട് കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ സിങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഫുഡ് വേസ്റ്റ് കളയാനായിട്ട് ഒരു കമ്പോസ്റ്റ് ടാങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വീട് താമസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം വളമായിട്ട് മാറുകയും ചെയ്യും. അത് 6 മാസം കഴിയുമ്പോൾ ഈ നമ്മളിടുന്ന ഫുഡ് വേസ്റ്റുകളെല്ലാം വളമായിട്ട് കിട്ടുകയും ചെയ്യും. ഞങ്ങളത് ചെടികളുടെ കടയ്ക്കൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ എടുക്കാറുള്ളത്. പിന്നെ അതിന് ശേഷം ദേ ഇപ്പോൾ ഇവിടെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൗണ്ടർ ടോപ്പ് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ താഴെ തുടയ്ക്കണത്. തുടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വേസ്റ്റ് എല്ലാം കളഞ്ഞതും പിന്നെ പേപ്പറുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കത്തിച്ച് കളയുകയൊക്കെ ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ എല്ലാം എടുത്ത് വെക്കുമല്ലോ, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു അടുക്കള ഇതുപോലെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.